കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുൻ്റെ മരണത്തിനിടയാക്കിയ വൈദ്യുതി ലൈൻ KSEB ഇന്ന് മാറ്റി സ്ഥാപിച്ചു. മിഥുൻ മരിച്ച മൂന്നാമത്തെ ദിവസമാണ് KSEB സ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെ കടന്നുപോയ ഈ വൈദ്യുതി ലൈൻ പൂർണ്ണമായും അഴിച്ചുമാറ്റിയത്. ഈ ലൈനിൽ കൈപിടിച്ചപ്പോഴാണ് ഷോക്കേറ്റ് മിഥുൻ മരിച്ചത്. തേവലക്കരയിൽ നിന്നും സുജിത് സുരേന്ദ്രൻ തത്സമയം ചേരുകയാണ്. സുജിത്ത്, എന്താണ് വിവരങ്ങൾ? KSEB ഇത്രയും താമസിച്ചു പോയല്ലോ എന്ന് നമ്മുടെ പല പ്രേക്ഷകരും പറയുന്നു. 3 ദിവസങ്ങളായി മരണം സംഭവിച്ച് മാനേജ്മെൻറ്റ് അനുവാദം നൽകാത്തതുകൊണ്ടായിരുന്നു നേരത്തെ ഈ ലൈൻ അഴിച്ചു മാറ്റാത്തത് എന്ന രീതിയിലുള്ള ന്യായീകരണങ്ങളൊക്കെ KSEBയുടെ ഭാഗത്തുനിന്ന് വന്നു. എന്നാൽ ആളുകളൊന്നും അംഗീകരിക്കുന്നില്ല. ഇപ്പോഴെന്താണ് സംഭവിച്ചത്? അതേ സ്കാൻ ഒടുവിൽ മിഥുൻ്റെ ജീവനെടുത്ത ആ 3 ഫേസ് ലൈൻ KSEB അധികൃതരെത്തി നീക്കം ചെയ്തിരിക്കുന്നു. വൈകിട്ട് 7 മണിയോടുകൂടിയാണ് KSEB ജീവനക്കാരെത്തി ഈ ലൈൻ നീക്കം ചെയ്തത്. ഈ സ്കൂളിലെ അധികൃതർ ഇതും നീക്കം ചെയ്യുന്നതിനുള്ള പണം ഒടുക്കുകയും അതിനു പിന്നാലെ KSEB അധികൃതരെത്തി രാത്രി തന്നെ ഈ ലൈൻ നീക്കം ചെയ്യുകയുമായിരുന്നു. ഏതാണ്ട് ഈ ലൈനുകൾ ഇതിനു മുൻപ് തന്നെ, അതായത് ഈ സ്കൂൾ അധ്യയനം തുടങ്ങുന്നതിന് മുൻപ് തന്നെയെങ്കിലും നീക്കം ചെയ്തിരുന്നെങ്കിൽ മിഥുൻ ഒപ്പമുണ്ടാകുമായിരുന്നു. ഈ ഒരു ദുരന്തത്തിന് ഈ സ്കൂൾ സാക്ഷിയാകില്ലായിരുന്നു എന്നാണ് ഈ നാട്ടുകാർ പോലും ഇപ്പോൾ പറയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു, തിങ്കളാഴ്ചയ്ക്ക് മുമ്പ് ഈ ലൈൻ നീക്കം ചെയ്യണം, അതിനുശേഷം മാത്രമേ സ്കൂളിൽ ക്ലാസുകൾ ആരംഭിക്കാൻ പാടുള്ളൂ എന്നും ഈ കർശന നിർദ്ദേശം പാലിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ലൈൻ നീക്കം ചെയ്തിട്ടുള്ളത്. നാട്ടുകാർ പറയുന്നത് പോലെ, എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരുപക്ഷെ ഈ ലൈൻ നേരത്തെ ഈ പ്രവൃത്തി 3 മണിക്കൂറിൽ താഴെ കൊണ്ടാണ് ഈ KSEB അധികൃതർ ഈ ലൈൻ നീക്കം ചെയ്തത്. ഈ പ്രവൃത്തി അല്പം മുന്നേ ആയിരുന്നെങ്കിൽ ഈ കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ ഈ 8ാം ക്ലാസ്സുകാരൻ മിഥുൻ്റെ ജീവൻ നഷ്ടപ്പെടുകയില്ലായിരുന്നു. സുജിത് സുരേന്ദ്രനാണ് കൊല്ലത്തുനിന്ന് ചേർന്ന്. ജിഷ്ണു വിജയൻ പറയുന്നു, വിടരും മുമ്പേ കൊഴിഞ്ഞുപോയ വീണപ്പൂവ്, മോനെ നിന്നെ ഓർത്ത് കേരളം കരയുകയാണ്, ആദരാഞ്ജലികൾ മിഥുൻ മോൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരുപാട് പ്രേക്ഷകർക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. പല ആളുകളും ഇന്ന് TV കാണുന്നില്ല എന്നൊക്കെ തീരുമാനിച്ചിരുന്നു. 24-ൻ്റെ സ്ഥിരം പ്രേക്ഷകർ, 24 നിന്ന് കണ്ണെടുക്കാത്ത പ്രേക്ഷകർ പോലും ചില ആളുകൾ ഇന്ന് ടെലിവിഷനിൽ എങ്ങനെ നോക്കും എന്നൊക്കെ പറഞ്ഞ് രാവിലെ മോർണിംഗ് ഷോയിൽ പറയുന്നുണ്ടായിരുന്നു.